വീണ്ടും പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എറണാകുളത്തെ SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, PV അൻവർ MLA ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയം ഉയർത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്ത് പല ഭാഗത്തായുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇതിപ്പോൾ എറണാകുളത്ത് SP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധിച്ച ഒരു പ്രവർത്തകനെയാണ് പോലീസ് ഇപ്പോൾ പിടിച്ചു മാറ്റുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ബലം പ്രയോഗിച്ച് പോലീസ് പിടിച്ചു മാറ്റുകയാണ് പ്രതിഷേധിക്കുന്ന പ്രവർത്തകനെ. പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ മാറ്റുകയാണ്. സൈഫുന്നിസ അലിയാർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സൈഫുന്നിസ, നേരത്തെ കുത്തിയിരുന്ന പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത്, വീണ്ടും സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ശ്രുതി, കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരോട് പോലീസ് സ്ഥലത്തു നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ തയ്യാറായില്ല. ഇതേ തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ ചിലർ ഇത് നിലത്ത് കിടന്ന് പിടിച്ചു മാറ്റാനുള്ള ശ്രമം പോലീസ് ഇറങ്ങിയാണ്. പക്ഷേ ഈ പ്രവർത്തകർ തമ്മിൽ ചെറിയ ഉന്തും തള്ളും പോലീസും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാനായി. നേരത്തെ ഉൾപ്പെടെയുള്ളവരെല്ലാം പോലീസ് ബസ്സിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകുന്നത്. ഒപ്പം ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരുന്നു. നേരത്തെ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകർ കുത്തിയിരുന്നൊരു പ്രതിഷേധത്തിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പ്രവർത്തകർ തടയുകയുണ്ടായി. ഇതാണ് ചെറിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ചിപ്പോൾ വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസുകളിലേക്കുള്ള മാർച്ച് നടക്കുന്നത്. എറണാകുളത്തെ മാർച്ചിൽ സംഘർഷമുണ്ടായി. നേരത്തെ കോഴിക്കോടും പാലക്കാടും കാസർഗോഡും ഒക്കെ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. എറണാകുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചു. തുടർന്ന് ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വാഹനത്തിലിരുന്നും പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ.